ഷനാസ് വ്ലോഗിൽ നല്ല ഒരു അടിപൊളി ജ്യൂസും ചിക്കൻ ഗ്രേവിയുമാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ചിക്കൻ 250 ഗ്രാം 250 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ചിക്കൻ എടുത്താലും മതി. 2 ഓനിയൻ ചെറുതാക്കി അരിഞ്ഞത്, ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് 1, ചെറിയ ഉള്ളി 4-5 എടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചെറുതാക്കി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് പകരമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിന് ഗരം മസാല പൊടിക്കാത്തത്, 2 ടേബിൾ സ്പൂൺ തൈര്. തൈര് പുളിയുള്ളതും പുളി ഇല്ലാത്തതായാലും കുഴപ്പമില്ല, പുളി ഉണ്ടായാലും നന്നായിരിക്കും. ആവശ്യത്തിന് വാട്ടർ, ആവശ്യത്തിന് സാൾട്ടും കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ അടുപ്പിക്കാം. ചിക്കൻ ചൂടാറുന്ന സമയം ഇതിൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് വാട്ടറും കൂടെ ചേർത്ത്, ചൂടുവെള്ളം ചേർത്താൽ നന്നായിരിക്കും. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക തേങ്ങയുടെ പാല് ഇവിടെ റെഡിയായി. ഈ സമയം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ നോക്കാം. ചിക്കൻ ചൂടാറിക്കഴിഞ്ഞ് ചിക്കൻ തുറന്നു കഴിഞ്ഞു. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റി ചിക്കൻ്റെ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യത്തിന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളം ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഈ ഒരു ഗ്രേവി റെഡിയായി. ഓവർ തിളപ്പിക്കരുത്, കാരണം ആ തേങ്ങയുടെ ഫ്ലേവറിൻ്റെ ആ ഒരു ചെറുതായിട്ടുള്ള പച്ചമണം മാറിക്കഴിഞ്ഞാൽ മതി. അങ്ങനെ ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഗ്രേവി ഇവിടെ റെഡിയായി. തൂമിക്കുന്നതിന് വേണ്ടി എടുത്ത വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, ക്യാമറ ഓഫായി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ തൂമിച്ചെടുത്തതാണ്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 4 ചെറിയ ഉള്ളി ചേർത്ത് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ 3 അണ്ടിപ്പരിപ്പ് പകുതി മുറിച്ചെടുത്തത് അതിലേക്ക് ചേർക്കുക. അതും ജസ്റ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ഉണങ്ങിയ ചുവന്ന മുളക് നടുപൊട്ടിച്ചതും കൂടെ ചേർക്കുക. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറക്റ്റ് മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്താൽ ഇത് റെഡിയായി. ഇനി ഇതിലേക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് പത്തിരി, ദോശ, പൊറോട്ട എന്നിങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒരുപാട് റെസിപ്പിയുടെ വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ നോമ്പിനും അതുപോലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കൃഷി സ്റ്റോക്ക് ചെയ്ത് ഈസിയായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് വാട്ടർ എടുക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് മിക്സിയിലേക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനെടുത്തത് നോർമൽ വാട്ടറാണ്, ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര. ക്രഷ് ഞാനെടുത്തത് മലാസിൻ്റെ സ്ട്രോബെറി ക്രഷാണ്. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രഷ് എടുത്തു കഴിഞ്ഞാലും ഇതേ ഒരു അളവിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് 2 ഏലക്കായും ചെറിയ കറാമ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തു. ശേഷം ഇത് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അങ്ങനെ സ്ട്രോബെറി ജ്യൂസ് ഇവിടെ റെഡിയായി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ് ക്യൂബും ചെറിയ തോതിൽ പുതിനയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിഡിലൻ ഡ്രിങ്ക് ഈ വേനൽക്കാലത്തും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് ദാഹം മാറ്റാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.